യാത്ര അനുവദിച്ചത് നമ്മൾ എതിർക്കപ്പെടുന്നില്ല. പുതിയ UDF സർക്കാർ അധികാരം ഏറ്റെടുത്ത് അതിന്റെ ഭാഗമായി ജൂൺ 15-ാം തീയതി മുതൽ KSRTC-യിൽ സൗജന്യമായ യാത്ര അനുവദിക്കുകയും അതിന്റെ ഫലമായി സ്വകാര്യ ബസ് മേഖല പാടെ തകർന്നടിയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഇന്ന് ഞങ്ങൾ തൊഴിലാളികളെയും ഉടമകളും തോൽച്ചേർന്നുകൊണ്ട് തന്നെ ഇങ്ങനൊരു സമരത്തിന് മുന്നിൽ എത്തിയിട്ടുള്ളത്. ഏതെങ്കിലും വിഭാഗത്തിന് സൗജന്യം കൊടുക്കുന്നതിൽ ഞങ്ങൾ എതിർക്കുന്നില്ല. സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുന്ന നമുക്ക് ഏറെ സന്തോഷമാണ്. സ്ത്രീകൾക്ക് സൗജന്യം അനുവദിക്കുമ്പോൾ തന്നെ കൃത്യമായ പഠനത്തിന്റെയും അതിനനുസരിച്ചുള്ള പദ്ധതിയായിരിക്കണം നടപ്പിലാക്കേണ്ടത്. കേരളത്തിൽ സ്ത്രീ സൗജന്യം നടപ്പിലാക്കുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്നതിൽ നടപ്പിലാക്കുമ്പോൾ തൊട്ടടുത്ത അയൽ സംസ്ഥാനങ്ങളായ കർണാടകയിലും തമിഴ്നാട്ടിലും ഈ സ്ത്രീ സൗജന്യം നടപ്പിലാക്കിയിട്ടുണ്ട്. ആ സംസ്ഥാനങ്ങളിൽ ആ കാര്യങ്ങൾ അല്ലെ സ്ത്രീ സൗജന്യം എങ്ങനെയാണ് നടപ്പിലാക്കുന്നതെന്ന് അതനുസരിച്ച് മറ്റേതെങ്കിലും വിഭാഗത്തിന് എന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ എന്നും കൂടി പരിശോധിച്ചിട്ടായിരുന്നു ഗവൺമെന്റ് ഈ സൗജന്യം കേരളത്തിൽ നടപ്പിലാക്കുന്നത്. കർണാടകത്തിലെയോ തമിഴ്നാട്ടിലെയോ ആ സ്ഥിതിയിലല്ല കേരളത്തിലുള്ളത്. കേരളത്തിൽ ഭൂരിഭാഗം 11,000 കൃത്യമായി പറഞ്ഞ 11,000 സ്വകാര്യ ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. നേരെ മറിച്ച് കർണാടകയിൽ KSRTC ബസ്സുകൾ കൂടുതലും സ്വകാര്യ ബസ്സുകളും കുറവാണ്. അത് വെച്ചിട്ടാണ് അവിടെ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ജൂൺ മാസത്തിൽ മെയ് മാസത്തിൽ തന്നെ 3 പ്രാവശ്യം 8 രൂപയോളം ഡീസൽ ചാർജ് വർദ്ധിപ്പിച്ചു. അതിന്റെ ഭാഗമായി തന്നെ നമ്മൾ ജൂൺ 6-ാം തീയതി ഈ ഒരു പ്രതിഷേധ സമരം എന്നതിൽ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾക്ക് മുമ്പിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും, അതായത് കാസർഗോഡ് താലൂക്ക് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ നമ്മൾ ഡീസലിന്റെ വിലക്കയറ്റം നിയന്ത്രിക്കണമെന്നൊരു സമരം നടത്തി. അതിന്റെ തുടർച്ചയെന്നോണം തന്നെയാണ് ഈ സ്ത്രീ സൗജന്യങ്ങൾക്കുള്ള പ്രഖ്യാപനം ഈ ജൂൺ 15 മുതൽ നടപ്പിലാക്കിയിരിക്കുന്നുണ്ടാവും. നമ്മൾ കൃത്യമായി പറഞ്ഞാൽ സ്ത്രീ സൗജന്യം നടപ്പിലാക്കുമ്പോൾ ഒരു വിഭാഗത്തെ പട്ടിണിക്കിട്ട് അല്ല ഒരു സ്ത്രീ ഏതെങ്കിലും അന്തസ്സായി ജീവിക്കാനുള്ള ഭരണഘടന ഉറപ്പ് നൽകുന്ന ആ കാര്യങ്ങൾ വിസ്മരിച്ചുകൊണ്ട് തന്നെയാണ് ഈ സർക്കാർ ഇങ്ങനെ ഒരു സ്ത്രീ സൗജന്യമായി മുമ്പോട്ട് പോകുന്നത്. ഞങ്ങള് ഒരു 2 സംസ്ഥാന കമ്മിറ്റി കൂടിയതിന്റെ ഭാഗമായി ഒരു 3-4 ഡിമാൻഡ് സർക്കാരിന് മുമ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായും സ്ത്രീ സൗജന്യം എന്നത് സീറോ ബാലൻസ് ടിക്കറ്റ് സ്വകാര്യ ബസ്സുകളും നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. ആ KSRTC കൊടുക്കുന്ന മാതിരിയുള്ള അതിന്റെ ഒരു തുക കണ്ടെത്തി. കാരണം നമ്മളൊരു സ്ത്രീ സൗജന്യം കൊടുക്കുമ്പോൾ ആ ടിക്കറ്റിന്റെ പുറത്ത് എത്രയാണ് അവർ യാത്ര ചെയ്തു ആ തുക നമ്മൾക്ക് അനുവദിച്ചു തരുക. ആ രീതിയിൽ ഞങ്ങൾ ഈ പ്രസ്ഥാനത്ത് നിലനിർത്താൻ ആവശ്യമായ ഇടപെടൽ ഉണ്ടാവുക. അതല്ലെങ്കിൽ പൂർണ്ണമായും ഡീസലിന്റെ 50% സബ്സിഡി അനുവദിക്കുക, റോഡ് ടാക്സ് പൂർണ്ണമായി ഒഴിവാക്കുക. ആ രീതിയിലെങ്കിലും നമ്മളെ സഹായിക്കുക. മൂന്നാമതായി പറഞ്ഞത് നമ്മൾ സ്വകാര്യ ബസ്സുകൾ ഗവൺമെന്റ് ഏറ്റെടുക്കുക. 1 കിലോമീറ്റർ 55 രൂപ വെച്ച് ഗവൺമെന്റ് നമുക്ക് അനുവദിച്ചു തരുക. ഈ 3 ഡിമാൻഡുകളാണ് നമ്മൾ ഗവൺമെന്റിന്റെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. ഇപ്പം ഗവൺമെന്റ് അത് നമ്മൾ മുഖ്യമന്ത്രിയെയും ബന്ധപ്പെട്ട മന്ത്രിമാരെയും കണ്ട് കൃത്യമായി ഒരു തീരുമാനങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. കൂടുതലും ഞാൻ കാര്യം പറയുന്നില്ല. നമ്മൾ ഇതൊരു ധർമ്മസമരമാണ്. നമ്മൾ ഇതുവരെ ഈ കാസർഗോഡ് നമ്മുടെ സംസ്ഥാനത്തോട്ടേക്കും ഒരു ഉടമ എന്ന നിലയിൽ അല്ലെങ്കിൽ തൊഴിലാളി നിലയിൽ ഒരു ഉടമയാണ് ഇപ്പൊ തൊഴിലെടുക്കുന്നത്, ബസ്സിൽ തൊഴിലെടുക്കുന്നത്. ഒരു മുതലാളി എന്നും തൊഴിലാളി എന്നും വേറെ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഞങ്ങൾക്ക് പ്രധാനമായി പറയാനുള്ളത് ഈ ഗവൺമെന്റ് സർക്കാർ ജീവനക്കാർക്ക് ഈ സൗജന്യം ഒഴിവാക്കുക. കുട്ടികൾക്ക്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സൗജന്യം കൊടുക്കുക. അതുപോലെ തന്നെ 60 വയസ്സിന് മുകളിലെ ആളുകൾക്ക് സ്ത്രീ പുരുഷ വിദ്യാഭ്യാസ സൗജന്യം കൊടുക്കണമെന്നാണ് ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഇന്നത്തെ ഈ ധർണാ സമരത്തിൽ പങ്കെടുക്കാനായിട്ട് എത്തിച്ചേർന്ന മുഴുവൻ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ നല്ല പോലെ അന്തത്തിന്റെ ആവേശമാണ് ഇന്നിവിടെ കാണിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ സംഘടിതമായി സംഘടിച്ചുകൊണ്ടാണ് സംയുക്ത സമരസമിതി രൂപീകരിച്ചുകൊണ്ട്
അതിന്റെ ഭാഗമായാണ് ഇന്ന് ഈ ധർണ മാർച്ച് നടന്നിരിക്കുന്നത്. കേരളത്തിലെ സ്വകാര്യ ബസ്സുകൾ ദിനക്കിതിന് തകർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയദർശിനി സർവീസ് എന്ന പേരിൽ സർക്കാർ പുതിയൊരു ആനുകൂല്യം കൊടുത്തപ്പോൾ ഒരു വിഭാഗത്തെ സംരക്ഷിക്കുമ്പോൾ അതിന് നേരെ വിപരീത വിധത്ത് ചവിട്ടിത്താത്തുന്ന രീതിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം 2014 മുതൽ ഈ സ്വകാര്യ വ്യവസായത്തെ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാരുകൾ പല പല പദ്ധതികളും കൊണ്ടുവന്ന്, പക്ഷേ പഠിക്കാൻ വേണ്ടി കുറെ കമ്മീഷൻ കൊണ്ടുവന്ന് ഇന്നുവരെ ആ കമ്മീഷൻ റിപ്പോർട്ട് ഒരു സ്ഥലത്തും എത്തിയില്ല. ഇപ്പൊ അവസാനമായി പുതിയ ഗവൺമെന്റ് വന്നപ്പോൾ 100 ദിവസത്തിനകത്ത് ഈ ബസ് വ്യവസായത്തെ പഠിക്കാനും മറ്റും കാര്യങ്ങൾ ചെയ്തു. സർക്കാർ നിയമസഭയിലും മറ്റു വാർത്താ മാധ്യമങ്ങളിലും നല്ല നല്ല മെസ്സേജുകളാണ് കൊടുക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതമാകുന്നു. സ്വകാര്യ ബസ്സുകളെ ഞങ്ങൾ ചേർത്ത് പിടിക്കും, ഞങ്ങൾ ഒന്നിച്ചേർത്തു, അത് ഈ സമൂഹത്തിന്റെ പൊതു സ്വത്താണ്. ആ സ്വകാര്യ വ്യവസായം സാധാരണ യാത്രക്കാരന്റെ യാത്രാ വാഹനമാണ് ബസ് എന്നൊക്കെ വളരെ നല്ല രീതിയിൽ സംസാരിക്കുകയാണ്. പക്ഷെ സംസാരം മാത്രമല്ലാതെ ഇന്നുവരെയായിട്ടും നമുക്ക് അനുകൂലമായിട്ട് ഒരു കാര്യം പോലും ചെയ്യാൻ സർക്കാർ സാധിച്ചിട്ടില്ല. ഇപ്പൊ നിത്യേന ഡീസൽ അടിക്കാൻ പോലും പൈസ കിട്ടാത്ത ഒരു അവസ്ഥയാണ്. 103 രൂപയായി ഡീസൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ നേരത്തെ പറയുകയുണ്ടായി, നമ്മൾ സർക്കാരിന്റെ മുമ്പിൽ ഒരു ഡിമാൻഡ് കൊടുത്തിരിക്കുകയാണ്. ഡിമാൻഡ് അല്ല, നമ്മുടെ അവസ്ഥ സർക്കാർ അതിജീവിക്കുകയാണ്. ഒന്ന്, ആയിരക്കണക്കിന് തൊഴിലാളികളും അത്യന്തം ഉടമകളും ജീവിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇന്ന് ഉടമകളായിട്ടല്ല ജീവിക്കുന്നത്, ഇന്ന് ഓരോരുത്തർ കൂടെ തന്നെ ഇരിക്കുകയാണ്. നേരത്തെ പോലെയുള്ള വലിയ വലിയ കമ്പനികളല്ല ഇന്നിൻ്റെത്. ഇന്ന് സാധാരണ ബസ് ഓപ്പറേറ്റർമാരാണ്. അപ്പോ ആ വ്യവസായം നിലനിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിനുള്ള ആനുകൂല്യങ്ങൾ കിട്ടണം. കഴിഞ്ഞ ദിവസം മന്ത്രി തന്നെ നിയമസഭയിൽ പറയുകയുണ്ടായി, 5500 കോടി രൂപ ഇൻവെസ്റ്റ് നടത്തിയിട്ടാണ് ഈ പ്രസ്ഥാനം ഇവിടെയുള്ളത്. ആ പ്രസ്ഥാനത്തെ സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെ മാത്രമല്ല ഈ നാടിന്റെ ജനങ്ങളുടെ ആവശ്യമാണ് എന്ന് കൂടി പറയുകയുണ്ടായി. പക്ഷെ നമുക്ക് നമ്മളുടെ മുമ്പിൽ നിൽക്കാൻ വേറെ വഴികളില്ല. ഇന്ന് ഞങ്ങൾ കേരളത്തിലെ മുഴുവനും ജില്ലകളിലും ഓരോ ദിവസവും ഇടവിട്ട് ഇങ്ങനെ ധർണാ സമരവും പ്രതിഷേധ മാർച്ച് നടക്കുകയാണ്. ഇതൊരു സൂചന മാത്രമാണ്. കാസർഗോഡ് ജില്ലയിൽ ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഇത് ആദ്യമായിട്ടാണ്. ഞാൻ അതിന്റെ തൊഴിലാളി സുഹൃത്തുക്കളെയും അതുപോലെ തന്നെ ബസ് ഉടമകളെയും അഭിനന്ദിക്കുകയാണ്. കാരണം നമ്മുടെ എല്ലാം വയറ് കാലിയാവുകയാണ്, വയറിന് തീ പിടിച്ചിരിക്കുകയാണ്. ആ തീ പിടിച്ചതിന്റെ ആവേശമാണ് ഇപ്പൊ ഇവിടെ കാണിച്ചത്. തീർച്ചയായിട്ടും നമുക്ക് ഈ വ്യവസായം നിലനിർത്താമെങ്കിൽ അതിൻ്റെതായ ആനുകൂല്യങ്ങൾ കിട്ടിയേ മതിയാകൂ. ഞങ്ങൾക്ക് ഡീസൽ സബ്സിഡി ഇപ്പോ ഫിഷറൈസിന് മണ്ണെണ്ണ സൗജന്യ നിരക്കിൽ കൊടുക്കുകയാണ്. എന്തുകൊണ്ട്? സ്വകാര്യ ബസ്സുകൾക്ക് സാധാരണക്കാരനായ യാത്രക്കാരന്റെ വാഹനമാണ് ബസ്. പണക്കാർക്ക് കാറും ബൈക്കും മറ്റു വാഹനങ്ങളും പോവാ, സാധാരണക്കാരന് ബസ്സിലേ പോകാൻ പറ്റൂ. ആ ബസ്സിലേക്ക് എന്തുകൊണ്ട് ഡീസൽ സബ്സിഡി ചെയ്ത് കൊടുത്തുകൂടാ? ഇങ്ങനെയുള്ള പല ആനുകൂല്യം ില്ല. ഏതായാലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശരണ്യ മനോജ് ഇവിടെ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഈ യോഗം ഉദ്ഘാടനം. കാസർഗോഡ് ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ ഗിരീഷ് അവർകൾ എൻ്റെ സഹോദരൻ കൂടിയാണ്. സെക്രട്ടറി ശ്രീ ലക്ഷ്മണൻ അവർകൾ സ്വാഗതവും ആശംസിച്ച അദ്ദേഹമാണ്. സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളായ മുഹമ്മദ് കുഞ്ഞി, അതുപോലെ മറ്റ് സംസ്ഥാന ഭാരവാഹികളായ പ്രദീപ് കുമാർ, മുഹമ്മദ് കുഞ്ഞി, BMSന്റെ നേതാക്കന്മാരെ, അമ്മമാരെ, സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, വളരെയേറെ സന്തോഷവും അതിലേറെ ദുഃഖത്തോടും കൂടിയാണ് ഇന്ന് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഞാനിവിടെ എത്തിച്ചേർന്നത്. നേതാക്കന്മാരും തൊഴിലാളി സുഹൃത്തുക്കളും ബസ് ഉടമസ്ഥന്മാരും കൂടി ഒന്നിച്ച് ഒരു സമരത്തിന് ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള വളരെ സന്തോഷകരമായ ഒരു അവസ്ഥ. പക്ഷേ അതിലേറെ ഈ വ്യവസായത്തിന്റെ അതിന്റെ അവസാനത്തെ ആണിക്കൽ എന്നുള്ള രീതിയിൽ അവസാന ആണി അടിക്കുന്ന സമയമായി പോയി നമ്മൾ ഒന്നിച്ചപ്പോൾ എന്ന ദുഃഖകരമായ ഒരവസ്ഥ. അപ്പൊ ഇത് പരിഹരിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. ഇന്ന് ഈ തൊഴിലെടുത്ത് ജീവിക്കുന്ന ഇവിടെ നിൽക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ബസ്സിലെ തൊഴിലാളികളും അവർക്കിനി മറ്റൊരു ജോലി തേടി പോകാനോ മറ്റൊരു വരുമാന മാർഗം കണ്ടെത്താനോ സാധിക്കാത്ത ഈ സാഹചര്യത്തിൽ ഇത് നിലനിൽക്കേണ്ടത് ഉടമസ്ഥന്മാരെ പോലെ തന്നെ തൊഴിലാളികളുടെയും അത്യാവശ്യ ഘടകമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് കേരളത്തിലാകമാനം ഇതുപോലെ തൊഴിലാളി സംഘടനയുടെ നേതാക്കന്മാർ ഞങ്ങൾ 2 ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് CITUവിന്റെ സംസ്ഥാന നേതാവ്, BMSന്റെ സംസ്ഥാന നേതാവ്, STUവിന്റെ സംസ്ഥാന നേതാവ്, PMSന്റെ സംസ്ഥാന നേതാവ്, INTUCയുടെ സംസ്ഥാന നേതാവ് തുടങ്ങി എല്ലാ സംസ്ഥാന നേതാക്കളും
കേരളത്തിലെ എല്ലാ സ്വകാര്യ ബസ് ഉടമ സംഘടനകളും ചേർന്നുകൊണ്ട് ഒരു സമരസമിതി രൂപീകരിക്കുകയും ആ സമരസമിതിയുടെ നേതൃത്വത്തിൽ ബഹുമാനായ കേരളത്തിലെ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് നിവേദനം സമർപ്പിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രി 13-ാം തീയതി കേരളത്തിലെ ബസ് ഉടമസ്ഥന്മാരെയും തൊഴിലാളി സംഘടനാ നേതാക്കന്മാരെയും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രശ്നം എന്താണ്? ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു, പ്രിയദർശിനി പദ്ധതി നടപ്പാക്കിയതിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ അത് നടപ്പാക്കേണ്ട രീതിയിൽ നടപ്പാക്കിയില്ല എന്നുള്ളതാണ് നമ്മുടെ ആക്ഷേപം. കേരളത്തിൽ ഒരേ ദൂരത്തിൽ ഒരേപോലെ പാരലായി ഓപ്പറേറ്റ് ചെയ്യുന്ന സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും, അതിൽ ഒരു സൈഡിൽ കൂടെ പോകുന്ന ബസ്സുകളിൽ ഫ്രീയും ഇപ്പുറത്തൂടെ പോകുന്ന സ്വകാര്യ ബസ്സുകളിൽ ടിക്കറ്റും എടുത്ത് യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നാൽ ഈ സൈഡിൽ കൂടി പോകുന്ന ബസ് സൈഡ് ആക്കേണ്ടി വരും. മറ്റേത് മാത്രം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് രാജ്യത്തുണ്ടാകുക എന്നുള്ള തിരിച്ചറിവ് കേരളത്തിലെ ഗവൺമെന്റിന് ഉണ്ടാകുന്നതുവരെ നമ്മൾ ഈ സമരങ്ങളുമായി മുമ്പോട്ട് പോകും. ഇന്ന് 2-3 ദിവസം മുമ്പ് 29-ാം തീയതി വയനാട് വലിയൊരു സമരം നടന്നു. അതിനുശേഷം ഇന്ന് കാസർഗോഡ് നടക്കുന്നു. 2 ദിവസം കഴിയുമ്പോൾ കണ്ണൂർ നടക്കുന്നു. പത്തനംതിട്ട, കൊല്ലം, കോട്ടയം 3 ജില്ലകൾ ചേർന്ന് വലിയ സമരമാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അവരും സൂചനാ പണിമുടക്കിലേക്ക് പോവുകയാണ്. 20-ാം തീയതി തൊട്ട് കേരളത്തിലെ പ്രബല ബസ് ഉടമ സംഘടനയായ കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ 2 ജില്ല വെച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണയും നിരാഹാരം ഉൾപ്പെടെയുള്ള സമരങ്ങൾ നമ്മൾ അവലംബിക്കുകയാണ്. അപ്പോ നമ്മൾ സാധാരണ ബസ് സമരം എന്ന് പറയുമ്പോൾ അത് സംഘടനകൾക്ക് മത്സരിക്കുവാനുള്ള, സംഘടനകൾക്ക് ടിവിയിലും ചർച്ചകളിലും പങ്കെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു വേദിയായി മാറുന്ന ബസ് ഉടമ സംഘടനകൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ സമരത്തെ നേരിട്ടില്ലെങ്കിൽ, ഈ സമരത്തെ ഒറ്റക്കെട്ടായി നിങ്ങളുടെയും ഞങ്ങളുടെയും ജീവിതമാർഗമാണ്, നമ്മുടെ കുടുംബത്തിന്റെ നിലനിൽപ്പാണ് എന്ന തിരിച്ചറിവോടുകൂടി ഈ സമരത്തിനെ കാണുകയും അതിനെ നേരിടുകയും ചെയ്തില്ലെങ്കിൽ നമ്മളൊന്നും ഉണ്ടാവില്ല. ഒരു കാലത്ത് കേരളത്തിൽ സ്വകാര്യ ബസ്സുകൾ ഉണ്ടായിരുന്നു എന്ന് അടുത്ത തലമുറ പറയുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടാകും എന്ന തിരിച്ചറിവാണ് എന്നെ കേൾക്കുന്ന മുഴുവൻ തൊഴിലാളികൾക്കും അതുപോലെ ബസ് ഉടമസ്ഥന്മാർക്കും ഉണ്ടാകേണ്ടത്. നമ്മൾ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത് അധികാരത്തിലെത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സമരമല്ല, ഇതേതെങ്കിലും പാർട്ടിക്കെതിരെയുള്ള സമരമല്ല, ഇത് MLA ആവുന്നതിനോ മന്ത്രിയാവുന്നതിനോ വേണ്ടിയിട്ടുള്ള സമരമല്ല, ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ് ഇത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണിത്, അല്ലാതെ ഒന്നും നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമല്ല ഈ സമരം. അതുകൊണ്ട് ഞാൻ ഈ പ്രിയദർശിനി പദ്ധതിയെ കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല. 1.5 ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഒരു കോളേജ് അധ്യാപികയോ അല്ലെങ്കിൽ +2 അധ്യാപികയോ അവരും അവരുടെ മകളും കൂടി ബസ്സിൽ കയറിയാൽ ഫ്രീ, 500 രൂപ 600 രൂപ കൂലി വാങ്ങിക്കുന്ന ഒരു പാവപ്പെട്ട കർഷക തൊഴിലാളി ബസ്സിൽ കയറിയാൽ അവനൊരു മകനാണെങ്കിൽ അവനും കയറിയാൽ കാശ് കൊടുക്കണം, പൈസ കൊടുക്കണം എന്നുള്ള ഈ വിരോധാഭാസം ഇത് ഗവൺമെന്റ് തിരിച്ചറിയാൻ. അതുകൊണ്ട് ഗവൺമെന്റ് ഇതിന് എതിരായി ഈ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന, എന്നാൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുന്നതിന് വേണ്ടി BPL കാർഡുള്ള സാധാരണക്കാരായ പാവങ്ങളായ ജനവിഭാഗങ്ങൾക്ക്, ആണിനും പെണ്ണിനും സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ ഫ്രീ കൊടുക്കുന്നതിനുള്ള ഒരു ക്രമീകരണം ഏർപ്പെടുത്തണം. അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നു, നിങ്ങൾ സ്ത്രീകൾക്ക് മാത്രമാണ്, കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും സൗജന്യം കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏതാണ്ട് 1,60,00,000-ലധികം വരുന്ന സ്ത്രീകൾ, ആ സ്ത്രീകൾക്ക് എല്ലാവർക്കും സൗജന്യത്തിന്റെ ആനുകൂല്യം കിട്ടാൻ അർഹരാണ് എന്നിരിക്കെ ഇന്ന് കേരളത്തിൽ സ്വകാര്യ ബസ് ഒഴിവാക്കിയാൽ കേരളത്തിലെ KSRTC എന്ന് പറയുന്ന KSRTCയുടെ സംവിധാനത്തിൽ ആകെ 24 ലക്ഷം യാത്രക്കാരാണ് KSRTCയിൽ യാത്ര ചെയ്തിരുന്നത് എങ്കിൽ ഇന്ന് അതിൽ ഏതാണ്ട് 7 ലക്ഷത്തോളം വനിതകളായിരുന്നു എങ്കിൽ ഇന്ന് 15 ലക്ഷത്തോളം സ്ത്രീകൾക്ക് മാത്രമാണ് ഇതിന്റെ ആനുകൂല്യം കിട്ടുന്നത്. അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. പാവങ്ങളായ ജനവിഭാഗങ്ങൾ എല്ലാ പ്രദേശത്തുമുണ്ട്. അവർക്ക് കൂടി സൗജന്യം കൊടുക്കുന്നതിന് വേണ്ടി സ്വകാര്യ ബസ്സുകളിലും സീറോ ടിക്കറ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് ആ പൈസ സർക്കാർ റീംബേഴ്സ് ചെയ്ത് തൊഴിലാളികളെയും ഇതിന്റെ ഉടമസ്ഥന്മാരെയും നിലനിർത്തുന്നതിന് വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ ഡിമാൻഡ്. സർക്കാർ നമ്മുടെ ബസ്സുകൾ നമ്മൾ ഏറ്റവും കുറഞ്ഞ തുകയാണ് പറഞ്ഞത്. കേരളത്തിൽ ഒരിക്കലും ഒരു ബസ് ഉടമസ്ഥനും സമ്മതിക്കാത്ത, ഒരു സംഘടനയ്ക്കും അംഗീകരിക്കാൻ കഴിയാത്ത വെറും 55 രൂപ 1 കിലോമീറ്ററിന് റേറ്റ് തന്നാൽ ബസിന്റെ മെയിന്റനൻസ് ഉൾപ്പെടെ തൊഴിലാളി ശമ്പളം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് കിട്ടുന്ന കളക്ഷൻ ഞങ്ങൾ സർക്കാരിലേക്ക് അടയ്ക്കാം. എന്നിട്ട് ഞങ്ങൾക്ക് കിലോമീറ്ററിന് 55 രൂപ വെച്ച് തന്നാൽ മതി. നിങ്ങൾ സ്ത്രീകൾക്ക് ആനുകൂല്യം കൊടുക്കുകയോ മുഴുവൻ ജനങ്ങൾക്കും ആനുകൂല്യം കൊടുക്കുകയോ ചെയ്താലും ഞങ്ങൾക്ക് പരാതിയില്ല എന്നൊരു പ്രപ്പോസൽ നമ്മൾ സർക്കാരിലേക്ക് വെച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഗവൺമെന്റ് ഇപ്പോൾ അവകാശപ്പെടുന്നത് ഞങ്ങൾ ടാക്സ് 50% കുറച്ചു എന്നാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കാം, ഒരു ബസിന്റെ ടാക്സ് 50% കുറയ്ക്കുമ്പോൾ
നമുക്കൊരു ദിവസം കിട്ടുന്ന ആനുകൂല്യം 130 രൂപ മുതൽ 150 രൂപ വരെയാണ്. എത്ര ഡീസൽ വില കൂടിയതിപ്പോ 8 രൂപ ഒരു ലിറ്റർ ഡീസലിന് വില കൂടി. അപ്പൊ ഏതാണ്ട് 800 രൂപ നമുക്ക് ഒരു ദിവസം അധിക ചെലവ് വന്ന് നിൽക്കുമ്പോൾ 50% ടാക്സ് കുറച്ചു എന്ന് കൊട്ടിഘോഷിക്കുന്ന വിപ്ലവകരമായ മാറ്റം തന്നെയാണ്. നമ്മൾ അതിനെ എതിർക്കുന്നില്ല. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ 800 രൂപ ഡീസൽ വില കൂടുകയും ഏതാണ്ട് 2000 മുതൽ 5000, 6000 രൂപ ഒരു ബസ്സിന് കളക്ഷൻ കുറവ് വരികയും ചെയ്യുന്ന ഈ സമയത്ത് ഈ 130 രൂപ നമുക്കൊരു ആനുകൂല്യമല്ല എന്ന് കേരളത്തിലെ മാധ്യമ സുഹൃത്തുക്കളും എല്ലാ ജനവിഭാഗങ്ങളും തിരിച്ചറിയണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത്. 130 രൂപ കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ തീരുന്നില്ല. ഇനി ടാക്സ് കംപ്ലീറ്റ് ഒഴിവാക്കിയാൽ പോലും നമുക്കൊരു 220, 300 രൂപയിൽ താഴെയുള്ള ആനുകൂല്യമാണ് കിട്ടുന്നത് ദിവസം. അങ്ങനെയും നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നില്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കൊറോണ കാലത്തുണ്ടായ വളരെ വലിയൊരു മാറ്റം, കൊറോണ കാലത്തിന് ശേഷം കേരളത്തിലെ സ്വകാര്യ ബസ്സുകളുടെ എണ്ണം, അതായത് 2000-ൽ 35,000 സ്വകാര്യ ബസ്സുകൾ കേരളത്തിൽ ഉണ്ടായിരുന്നത് 2016 ശേഷമുള്ള ഈ കാലഘട്ടത്തിൽ എന്നുള്ളത് കൊണ്ട് എത്ര തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ ഓരോ ദിവസം കഴിയുന്തോറും ബസ്സുകൾ നിൽക്കുന്നതിനനുസരിച്ച് തൊഴിലാളികളുടെ എണ്ണം കുറയുന്നു, തൊഴിലാളികൾ ഇല്ലാതാകുന്നു. ഞങ്ങളുടെ തെക്കൻ മേഖലയിലൊക്കെ, ഞാൻ എന്റെ സ്ഥലം കൊട്ടാരക്കരയാണ്, തെക്കൻ മേഖലകളിലൊക്കെ പണ്ട് 4 ജോലിക്കാരുണ്ടായിരുന്നത് ഇന്ന് 2 ജോലിക്കാരായി കൊറോണയ്ക്ക് ശേഷം മാറി. ഇവിടെയും അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ കേരളത്തിലെ ഏറ്റവും വലിയൊരു തൊഴിൽ ദാതാവ് എന്ന നിലയിൽ, ഏറ്റവും കൂടുതൽ തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു തൊഴിൽ സംരംഭം എന്നുള്ള രീതിയിൽ, ഒരു വ്യവസായം എന്ന രീതിയിൽ 5500 കോടിയിലധികം രൂപയാണ് കേരളത്തിൽ ഈ സ്വകാര്യ ബസ് വ്യവസായം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം. ഒരു ബസ്സിന് 40 ലക്ഷമോ 50 ലക്ഷമോ വെച്ച് കണക്കാക്കരുത്. കേരളത്തിലെ 10,000-ലധികം വരുന്ന സ്വകാര്യ ബസ്സുകൾ വരുമ്പോൾ ഏതാണ്ട് 5500 കോടി രൂപയുടെ ബിസിനസ്സാണ് കേരളത്തിൽ വേണ്ടി ഗവൺമെന്റ് നെട്ടോട്ടം ഓടുമ്പോൾ ഇത്രയും രൂപ സർക്കാരിലേക്ക്, ഇത്രയും ടാക്സ് അടയ്ക്കുന്ന, 1 രൂപ പോലും സർക്കാരിൽ നിന്ന് ഒരു ആനുകൂല്യം ലഭിക്കാത്ത ഇത്രയും വലിയൊരു വ്യവസായം നിലനിൽക്കുന്നതിന് വേണ്ടി ഇതിനെ ഞെക്കിക്കൊല്ലരുത് എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ഈ സമരത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് വളരെയധികം ദുഃഖത്തോടുകൂടിയാണെങ്കിലും അതിലേറെ സന്തോഷത്തോടുകൂടി ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോം ഇവിടെ ഉണ്ടാക്കി ഇത്രയും വലിയ ഒരു സമരത്തിന് നേതൃത്വം കൊടുത്ത ഇതിന്റെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ, എന്റെ ബസ്സുടമസ്ഥന്മാർ, അതിലെ തൊഴിലാളികൾ, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്ന് കേരളത്തിലെ തൊഴിലാളി മുതലാളി ബന്ധങ്ങൾ വളരെ സുദൃഢമാണ്. തൊഴിലാളിയും മുതലാളിയും ഇല്ല. പണ്ട് 40-50 ബസ്സുള്ളവരാണ്. അവിടെ അവര് തൊഴിലാളി മുതലാളി ബന്ധമുണ്ടായിരുന്നു. ഇന്ന് തൊഴിലാളിയും മുതലാളിയും എല്ലാം ഒന്നുകിൽ ആ ബസ്സിൽ കയറി ടിക്കറ്റ് കൊടുക്കുന്ന ആളാവാം, അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്ന ആളാവാം. അങ്ങനെ വളരെ സൗഹാർദ്ദത്തോടു കൂടി പോകുന്ന ഒരു വ്യവസായമായി ഇത് മാറിയിരിക്കുകയാണ്. ഈ വ്യവസായം ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ശ്രമിക്കരുത്. കൊറോണ കാലത്തിന് ശേഷമുള്ള ഇതിന്റെ പ്രതിസന്ധി അതിനേക്കാളേറെ, കൊറോണ കാലത്ത് നമുക്കൊരു പ്രതീക്ഷയുണ്ട്, കൊറോണ മാറിയാൽ നമുക്ക് ബസ്സുകൾ ഇറക്കാം എന്നുള്ളൊരു പ്രതീക്ഷ. ഇന്ന് അതില്ല. പ്രിയദർശിനി പദ്ധതി നടപ്പാക്കി മുമ്പോട്ട് പോകുന്നിടത്തോളം കേരളത്തിലെ സ്വകാര്യ ബസ്സുകൾ ഒന്നൊന്നായി നിൽക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. നമ്മള് പണ്ട് ഒരു ചൊല്ലുണ്ട്, പഴുത്തല വീഴുമ്പോൾ പച്ചല ചിരിക്കും എന്നൊരു ചൊല്ലുണ്ട്. ഇപ്പോ ഏതെങ്കിലും ആനുകൂല്യം കിട്ടുന്ന ബസ് ഉടമസ്ഥന്മാർക്കും അതിലെ തൊഴിലാളികളോടും എനിക്ക് പറയുവാനുള്ളത്, 140 MLA-മാരാണ് കേരളത്തിലുള്ളത്. അതിൽ 102 MLA-മാരും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ MLA-മാരാണ്. ഓരോ MLA-മാരും ഞങ്ങൾ അസംബ്ലിയിൽ ചെന്ന് കാണുമ്പോൾ ട്രാൻസ്പോർട്ട് മന്ത്രി എടുത്ത് വന്ന് എനിക്ക് 4 വണ്ടി 5 വണ്ടി വെച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക. എന്തിനാ? ഉൾപ്രദേശങ്ങളിലേക്ക് സർവീസ് നടത്താൻ. അങ്ങനെ ഒരു സാഹചര്യം കൂടി കേരളത്തിൽ ഉണ്ടായാൽ കേരളത്തിലെ മുഴുവൻ സ്വകാര്യ ബസ്സുകളും നിന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ അതിശക്തമായ സമരവുമായി നമ്മൾ മുമ്പോട്ട് പോയില്ലെങ്കിൽ നമ്മൾ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുമെന്ന് നിങ്ങളെ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് കാലാവസ്ഥ ഇടതുപക്ഷ സംഘടനകളുടെയും അതുപോലെ ഭരണസംഘടനകളുടെയും BMS-ന്റെയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇവിടെ സംസാരിക്കാനുള്ളത് കൊണ്ടും ദീർഘമായ ഒരു പ്രസംഗത്തിനെ പറ്റി അവസരമല്ല ഇത് എന്നുള്ളത് കൊണ്ടും ഞാൻ ഒന്നും ദീർഘിപ്പിക്കുന്നില്ല. ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് 13-ാം തീയതി ചർച്ച വെച്ചിട്ടുണ്ട്. 13-ാം തീയതിയിലത്തെ ചർച്ചയിൽ അനുകൂലമായ നിലപാടുണ്ടായില്ലെങ്കിൽ കേരളത്തിൽ ചക്രസ്തംഭനം പോലെയുള്ള അതിശക്തമായ സമരത്തിന് അതിശക്തമായ സമരം കേരളത്തിൽ നടത്തും. നിങ്ങളുടെ തൊഴിൽ സംരക്ഷിക്കുന്നതിനുള്ള ബാധ്യത കേരളത്തിലെ ബസ് ഉടമസ്ഥന്മാർക്കുള്ളതുപോലെ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്നുള്ള തിരിച്ചറിവോടുകൂടി ഈ സമരം ഔപചാരികമായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശരണ്യ മനോജ്, ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബസ് ഉടമ സംഘത്തിന്റെ നേതാക്കളെ, അതുപോലെ തൊഴിലാളി സംഘടന നേതാക്കളെ, BMS-ന്റെ സെക്രട്ടറി ബാബു അടക്കം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. മുഴുവൻ നേതാക്കളെ, ഇന്ന് ഈ രീതിയിൽ ഒരു സമരം നടത്താനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ടും സ്വാഗതം പറഞ്ഞുകൊണ്ടും ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. ഇന്ന് ഈ രംഗത്ത് നിലനിൽക്കുന്ന സാഹചര്യം ആരും തന്നെ പറയാതെ നേരിട്ട് അനുഭവിക്കുന്നവരാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്നത് എന്നതുകൊണ്ട് കൂടുതൽ നമ്മളുടെ വിഷമതകളും കഷ്ടപ്പാടുകളെ കുറിച്ചും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നേരത്തെ സൂചിപ്പിച്ച സാഹചര്യം നമ്മൾക്ക് പ്രതികൂലമാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പറയേണ്ടത് സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിനോടും
അതുപോലെ നമ്മുടെ നാട്ടിലെ ജനങ്ങളോടുമാണ്. എന്തുകൊണ്ടാണ് ഈ രീതിയിൽ തൊഴിലാളികളും ഉടമസ്ഥരും അടക്കം ഒന്നിച്ചുകൊണ്ട് ഈ രീതിയിൽ സമരത്തിലേക്ക് പോകാനുണ്ടായ സാഹചര്യം? ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന യാത്രാ സംവിധാനവുമായി ഉള്ള സാഹചര്യവും പൊതുജനങ്ങളെ അടക്കം ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരുടെ കൂടി അഭിപ്രായം ഈ കാര്യത്തിൽ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളെയും ഈ വ്യവസായത്തെയും സംരക്ഷിക്കുന്നതിന് ആവശ്യമായ സഹകരണം തേടിക്കൊണ്ടും അതിന് അന്തിമമായിട്ട് തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റാണ്. ആ ഗവൺമെന്റ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ സമരത്തിന് ആധാരം എന്ന് പറയുന്നത് ഈ വ്യവസായത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ജൂൺ 15 മുതൽ നമ്മുടെ സംസ്ഥാനത്ത് വന്നു ചേർന്ന ഒരു സംഭവവികാസമാണ്. മോട്ടോർ വ്യവസായം എന്ന് തന്നെ എത്രയോ വർഷങ്ങളായി പല രീതിയിലുള്ള തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള തകർച്ച ഈ മോട്ടോർ വ്യവസായം നേരിടാൻ തുടങ്ങിയിട്ട് വർഷം കുറേയായി. ആ പ്രതിസന്ധിയിൽ നിന്നെല്ലാം മോട്ടോർ വ്യവസായത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തൊഴിലാളികളും ഉടമകളും അടക്കം നേരത്തെ സൂചിപ്പിച്ചു, ഇത് രാജ്യത്തെ സംരംഭമാണ്. തൊഴിലാളി സംഘടനയുടെയും എല്ലാം ഒത്തുചേർന്നുകൊണ്ട് ഒരു തീരുമാനമെടുത്ത് ഒറ്റ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഈ വ്യവസായത്തെ സംരക്ഷിക്കണം എന്നുള്ള ഒറ്റ മുദ്രാവാക്യം. അതിന് എന്തെല്ലാമാണോ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് അതെല്ലാം ചെയ്യണം. അത് പോകട്ടെ, അതവിടെ നിൽക്കുന്നു. അത് വേണ്ടത്ര പുരോഗതിയിലേക്ക് പോയില്ല. ഇപ്പോൾ ഈ 15 മുതൽ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കിയ ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ നമ്മൾക്ക് യാതൊരു ആക്ഷേപവുമില്ല. ആ ഗവൺമെന്റ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനമാണ്. ആ വാഗ്ദാനം അവർ നടപ്പിലാക്കണം. യാതൊരു തർക്കവും നമ്മളെ സംബന്ധിച്ചിടത്തോളമില്ല. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു തീരുമാനമെടുക്കുമ്പോൾ ഒരു വ്യവസായത്തെ ഒരു മേഖലയിലുള്ള ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുക്കുമ്പോൾ നല്ലൊരു വിഭാഗം ജനങ്ങളും തൊഴിലാളികളും ഇതിന്റെ കഷ്ടതകൾ അനുഭവിക്കും, അതിന് ദുരിതമേൽക്കേണ്ടി വരും എന്നുള്ള വസ്തുത മനസ്സിലാക്കാതെ പോയി എന്നുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇപ്പൊ നേരത്തെ മനോജ് ഇവിടെ സൂചിപ്പിച്ചു, കഴിഞ്ഞ 30-ാം തീയതി തിരുവനന്തപുരത്ത് എല്ലാ ട്രേഡ് യൂണിയന്റെയും ബസ് ഉടമകളുടെയും യോഗം ചേർന്നുകൊണ്ട് പ്രധാനപ്പെട്ട 2 ഡിമാൻഡുകൾ ഇപ്പോൾ ഗവൺമെന്റിന് മുമ്പാകെ സമർപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും നിവേദനം സമർപ്പിച്ചു കഴിഞ്ഞു. ഈ വ്യവസായത്തെ സംരക്ഷിക്കണം. എങ്ങനെ സംരക്ഷിക്കണം, ഏത് രീതിയിൽ സംരക്ഷിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളല്ല, അത് ഗവൺമെന്റാണ്. ഒരു വിഭാഗം ജനങ്ങൾക്ക്, സ്ത്രീകൾക്ക് സുരക്ഷ കൊടുക്കുമ്പോൾ ആ KSRTCയെ സംരക്ഷിക്കാൻ എന്തെല്ലാം നടപടികളാണ് ഗവൺമെന്റ് എടുത്തിരിക്കുന്നത്? അതല്ലെങ്കിൽ അതുപോലെ തന്നെ 75% വരുന്ന സ്വകാര്യ ബസ്സുകളെയും അതിൽ ജോലി ചെയ്യുന്ന 19,000-ഓളം വരുന്ന കേരളത്തിലെ തൊഴിലാളികളെയും സംരക്ഷിക്കാൻ എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് ഗവൺമെന്റാണ്. പക്ഷേ ഞങ്ങൾക്ക് അതിനുവേണ്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ട്രേഡ് യൂണിയനുകളെ എല്ലാം സംയുക്തമായിട്ടും ബസിന്റെ ഉടമകളടക്കം ചർച്ച ചെയ്തുകൊണ്ട് ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ഗവൺമെന്റ് ഒരു തീരുമാനമെടുക്കുകയും ആ തീരുമാനത്തിന്റെ ഭാഗമായി ഈ വ്യവസായത്തെ സംരക്ഷിച്ചേ മതിയാകൂ എന്നുള്ള ഒറ്റ മുദ്രാവാക്യമാണ് ഈ സമരത്തിലൂടെ പ്രധാനമായും വിജയിക്കുന്നത്. വ്യവസായം സംരക്ഷിച്ചാൽ മാത്രമാണ് തൊഴിലാളികൾക്ക് സംരക്ഷണം ഉണ്ടാകുകയുള്ളൂ. വ്യവസായത്തെ സംരക്ഷിക്കണം, എന്നാൽ ഈ മേഖലയിലെ തൊഴിലാളികളെയും സംരക്ഷിക്കാൻ വേണ്ടി കഴിയും. നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഗ്രാമപ്രദേശങ്ങളിലേക്ക് അടക്കം വാഹനങ്ങൾ, KSRTC വാഹനങ്ങൾ വന്നാൽ ഓരോന്നായി സ്വകാര്യ ബസ്സുകൾ നിൽക്കും. യാതൊരു തർക്കവും നമ്മളെ സംബന്ധിച്ചിടത്തോളമില്ല. ഈ സമരത്തിലൂടെ ഞങ്ങൾ ഗവൺമെന്റിനോട് പറഞ്ഞിട്ടുണ്ട്, ബസ് ഉടമകളും പറഞ്ഞിട്ടുണ്ട്. മുഴുവൻ കേരളത്തിലെ ഏറ്റവും അവസാനമായി കിട്ടിയ കണക്കനുസരിച്ച് കൃത്യമാണ് എന്ന് ഞാൻ പറയുന്നില്ല, 9,746 ബസ് ഓടുന്നുണ്ട് എന്നാണ് കണക്ക്, കൃത്യമായ കണക്ക് എന്നാ പറഞ്ഞ് കിട്ടിയ വിവരം. അത്രയും ബസ്സുകളെ, സർവീസുകളെ ഗവൺമെന്റ് ഏറ്റെടുത്തുകൊണ്ട് ഇതിലെ തൊഴിലാളികളെ സംരക്ഷിക്കാൻ, തൊഴിൽ സംരക്ഷിക്കാനുള്ള നടപടി ഈ ഗവൺമെന്റ് എടുക്കണം, UDF ഗവൺമെന്റ് എടുക്കണം എന്ന് മാത്രമേ നമുക്ക് ഈ സമരത്തിലൂടെ മുന്നോട്ട് വെക്കാനുള്ളൂ. ആ തീരുമാനം ഗവൺമെന്റ് എടുക്കുന്നില്ല എങ്കിൽ, നേരത്തെ സൂചിപ്പിച്ചു, 13-ാം തീയതി ചർച്ചയ്ക്ക് വെച്ചിട്ടുണ്ട്. ഗവൺമെന്റ് തീരുമാനം എന്താണെന്ന് നമുക്ക് അറിയാം. അത് അറിഞ്ഞതിനു ശേഷം ഈ ഇത്രയും തൊഴിലാളികളെയും വ്യവസായത്തെ സംരക്ഷിക്കാൻ ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ആ അറ്റം വരെ പോകാനും നേരത്തെ മുദ്രാവാക്യം വിളിച്ചതുപോലെ ഇത് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു സമരമാണ് എന്നതുകൊണ്ട് മാത്രം അതിനുവേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മൾ മുൻപന്തിയിലുണ്ടാവണം. അതിന് CITUവിന്റെ ഭാഗത്ത് നിന്ന് എല്ലാ സഹായവും ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അധ്യക്ഷൻ ശ്രീ ഗിരികൃഷ്ണൻ അവർ, അതുപോലെ തന്നെ ശ്രീ ഗിരീഷ് ചേട്ടൻ, ശ്രീ പത്മനാഭൻ, ശ്രീ ദിനേശ്, അതുപോലെ തന്നെ ശ്രീ പ്രദീപ് കുമാർ, ലക്ഷ്മണേട്ടൻ, എന്റെ പ്രിയപ്പെട്ട തൊഴിലാളി സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, ഇന്ന് ഈ സമരം നമ്മൾ വന്നിട്ടുള്ളത്, ഇവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് സമാധാനപരമായ സമരമല്ലേ എന്നാണ് പറഞ്ഞത്.
നിങ്ങൾക്കറിയില്ലേ ഉദ്യോഗസ്ഥ, ഇവിടെ സമാധാനപരമായി സമരം ചെയ്യാനാണോ ഈ പാവപ്പെട്ട തൊഴിലാളികൾ ഇവിടെ വന്നിരിക്കുന്നത്? എന്തുകൊണ്ട് ഈ സമരം സമാധാനപരമായി എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. നമ്മൾക്കറിയാം, കഴിഞ്ഞ 20-ആം തീയതി തുടങ്ങിയ ഈ തൊഴിലാളികളുടെ വയറ്റപ്പിഴപ്പിന് വേണ്ടിയിട്ടാണ് ഈ സമരം നടത്തുന്നത്. 300 രൂപയും 500 രൂപയും വീട്ടിലേക്ക് കൊണ്ടുപോയാൽ എന്താണ് ഇന്ന് കിട്ടുന്നത്? ഒന്നും കിട്ടാത്ത അവസ്ഥയാണ്. ഉടമയുടെ ഡീസൽ അടിക്കാൻ കാശില്ലാതെ ഉടമ നട്ടം തിരിയുമ്പോൾ ഉടമയെ സഹായിക്കാൻ വേണ്ടി ഒന്നും വാങ്ങിക്കാതെ വീട്ടിൽ പോകുന്ന ഒരു തൊഴിലാളിയുടെ വികാരം മനസ്സിലാക്കാൻ ഇവിടെ ഉദ്യോഗസ്ഥന് സാധിക്കുന്നില്ലേ? അതുകൊണ്ട് നമ്മൾ ഈ കഴിഞ്ഞ 4-ാം തീയതി ഗവൺമെന്റിന് മുമ്പിൽ നിവേദനം കൊടുത്തിട്ടുണ്ട്. 13-ാം തീയതി ചർച്ചയ്ക്ക് വെച്ചിട്ടുണ്ട്. ട്രേഡ് യൂണിയൻ തൊഴിലാളികൾ, നേതാക്കന്മാരും തൊഴിലാളികളും പറയുന്നു, ഇനി ഞങ്ങൾ വരുന്നത് ഇതുപോലുള്ള സമരവുമായിട്ടല്ല, ഒന്നിക്കൽ ഇവിടെ കുത്തിയിരുന്നു കൊണ്ട് പോകാതെ നമ്മൾ ഈ സമരം ഏത് രീതിയിലാക്കണമെന്ന് ചിന്തിക്കും. അതുകൊണ്ട് തൊഴിലാളികളുടെ വികാരത്തെ ചോദ്യം ചെയ്യേണ്ട. ഈ നാട്ടിലെ എല്ലാ തൊഴിലാളികളും പോലെ തന്നെയാണ് ബസ് തൊഴിലാളികളും. പക്ഷെ നിങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ട്, ചില തൊഴിലാളികൾ സമരം ചെയ്താലേ വിജയിക്കൂ എന്ന്. പക്ഷേ ഇവിടുത്തെ ബസ് തൊഴിലാളികൾ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ഗതാഗതം സ്തംഭിപ്പിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഗവൺമെന്റ് ഞങ്ങൾ ഉന്നയിച്ച മാന്യമായ അവകാശങ്ങൾ അത് നേടിയെടുക്കുന്നവരെ ഈ സമരം പോവും. അതുകൊണ്ട് ഉടമയെന്നോ തൊഴിലാളിയെന്നോ ഇല്ല. ഉടമയും തൊഴിലാളിയും നമുക്കൊന്നാണ്. ഉടമയുണ്ടെങ്കിൽ മാത്രമേ തൊഴിലാളിയുള്ളൂ എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി പോകുന്ന പ്രസ്ഥാനങ്ങളാണ് നമ്മൾ. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ അതിശക്തമായ പ്രക്ഷോഭവുമായി പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും അർപ്പിച്ചുകൊണ്ട് ഭാരതീയ മസ്ദൂർ സംഘത്തിന്റെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം. ഈ ധർണാസമരം ഉദ്ഘാടനം ചെയ്ത ബസ് ഓണേഴ്സിന്റെ സംസ്ഥാന നേതാവ് ശരണ്യ മനോജ്, അതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബസ് ഓണേഴ്സിന്റെ ഓണർമാരെ, അതുപോലെ തന്നെ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ വിവിധ യൂണിയനുകൾപ്പെട്ട ട്രേഡ് യൂണിയനിൽപ്പെട്ട തൊഴിലാളികളെ, നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, വളരെ ഇന്ന് ഈ ഗവൺമെന്റ് അധികാരമേറ്റിട്ട് 1 മാസം കഴിയുമ്പോൾ തന്നെ ബസ് വ്യവസായം ഇന്ന് സാധാരണക്കാരന്റെ യാത്രാ സൗകര്യമായ സ്വകാര്യ ബസ് വ്യവസായത്തെ തകർക്കുന്ന രീതിയിലുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ ഈ ഇന്ദിരാ ഗ്യാരണ്ടി എന്നുള്ള പേരിൽ ഗവൺമെന്റ് എടുത്തിരിക്കുന്നത് എന്നുള്ളത് പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല. ഞങ്ങൾ ഭരണാനുകൂല സംഘടനയാണെങ്കിലും ഇതിനെതിരെ കഴിഞ്ഞ മാസം 29-ാം തീയതി തന്നെ INTUC-യുടെ സംസ്ഥാന നേതാവ് അടക്കമുള്ള, അല്ലെങ്കിൽ INTUC-യുടെ ജില്ലാ നേതാക്കളും 14 ജില്ലയുടെ നേതാക്കളടക്കം ഈ വ്യവസായം സംരക്ഷിക്കണം, അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ബസ് ജീവനക്കാരായ തൊഴിലാളികളുടെ അവരുടെ ജീവിത സൗകര്യം അല്ലെങ്കിൽ ജീവിതം മുമ്പോട്ട് പോകുന്നതിനുള്ള എല്ലാ നടപടിയും സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാനിവിടെ പ്രതിപാദിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ മറ്റു ട്രേഡ് യൂണിയൻ നേതാക്കൾ പറഞ്ഞ പോലെ നമ്മുടെ തൊഴിലാളികൾക്ക് അവരുടെ ജീവിതത്തിന്റെ വയറ്റിപ്പിഴപ്പിന്റെ പ്രശ്നമാണിത്. ഈ സമരത്തിൽ ഇവിടെ ഭരണപക്ഷിയാണെന്ന് നോക്കി നിൽക്കാൻ ഈ INTUC-യെ സംബന്ധിച്ചിടത്തോളം സാധിക്കുകയില്ല. ഈ സമരത്തിന്, നിങ്ങളുടെ വിജയം വരെയുള്ള ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും INTUC ജില്ലാ കമ്മിറ്റി നിങ്ങൾക്ക് മുമ്പിൽ അർപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു. ജയ് ഹിന്ദ്. കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ശരണ്യ മനോജ്, ഇന്നത്തെ ധർണാ സമരത്തിലെ അധ്യക്ഷൻ നമ്മുടെ സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ഗിരീഷ്, സ്വാഗതം ആശംസിച്ച ജില്ലാ സെക്രട്ടറി പി ലക്ഷ്മണൻ, അതുപോലെ CITUവിന്റെ പ്രതിനിധിയായി ഇവിടെ സംസാരിച്ച സംസ്ഥാന കൗൺസിൽ മെമ്പർ ശ്രീ ഗിരികൃഷ്ണൻ, BMS-ന്റെ ജില്ലാ സെക്രട്ടറി KV ബാബു, INTUC-യുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ പത്മനാഭൻ, അതുപോലെ നമ്മുടെ സെൻട്രൽ കമ്മിറ്റി അംഗം ശ്രീ മുഹമ്മദ് കുഞ്ഞി, സംസ്ഥാന കമ്മിറ്റി ചെയ്തുകൊണ്ട് ഈ ധർണാ സമരത്തിൽ ഇവിടെ എത്തിച്ചേർന്നത്. നമുക്കറിയാം, KSRTC-യിലെ പ്രിയദർശിനി സ്ത്രീ സൗജന്യം മൂലം നമ്മുടെ വ്യവസായത്തിന് വൻ പ്രതിസന്ധി നേരിട്ടിരിക്കുകയാണ്. നമ്മൾ പല സമരങ്ങളെയും അഭിമുഖീകരിച്ചുകൊണ്ട് ബസ് വ്യവസായത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതുപോലെയുള്ള ഒരു തൊഴിലാളി സംഘടനകളെയും കോർത്തിണക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു സമരം നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം നമുക്ക് ഇന്നും ഏത് സർക്കാർ ഭരണത്തേറി വന്നാലും നമ്മുടെ പ്രയാസങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ചെയ്യുന്നില്ല എന്നൊരു കാര്യം ഇവിടെ സൂചിപ്പിക്കുകയാണ്. എല്ലാറ്റിനും ഉപരി
നമ്മുടെ സംഘടനയാണ് നമുക്ക് വലുത്. നമ്മുടെ സംഘടനയുടെ ഇടപെടൽ മൂലം കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നമുക്ക് 2 പ്രാവശ്യം ടാക്സ് കുറഞ്ഞു കിട്ടുകയും അതുപോലെ കോവിഡ് കാലത്ത് കൃത്യമായി നമുക്ക് ടാക്സ് ഒഴിവാക്കി തരികയും ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു. എന്നിട്ട് പോലും നമ്മുടെ വ്യവസായത്തിന്റെ പ്രതിസന്ധി പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല എന്ന കാര്യം ഇവിടെ എത്തിച്ചേർന്ന തൊഴിലാളി സംഘടനകൾക്കും അതുപോലെ മെമ്പർമാർക്കും നമ്മുടെ ബസ് സെക്രട്ടറികൾക്കും കൃത്യമായി അറിയാവുന്ന കാര്യമാണ്. നമുക്കറിയാം ബസ്സുകളിലൂടെയാണ് ഒരു KSRTC ബസ് പോലും അവർ കൃത്യമായി വിദ്യാർത്ഥികളെ എടുക്കുന്നില്ല എന്ന കാര്യം ഇവിടെ കൃത്യമായി ഭരണ സാരഥികൾക്ക് അറിയാവുന്നതാണ്. കാരണം ഒരു വിദ്യാർത്ഥിക്ക് പാസ് കിട്ടണമെങ്കിൽ അവർ ആ KSRTC ഡിപ്പോയിൽ പോയി അവിടെ 1 മണിക്കൂർ അല്ലെങ്കിൽ കൃത്യമായി കുറെ സമയം എടുത്തുകൊണ്ട് അവിടെ കുത്തിയിരിപ്പ് നടത്തിയാൽ മാത്രമേ ആ പാസ് ലഭിക്കുകയുള്ളൂ. ദേശാൽകൃത റൂട്ടിലാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് അവർ പാസ് കൊടുക്കുന്നത്. കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കൃത്യമായി അവിടെ വിദ്യാർത്ഥികൾക്ക് പാസ് കൊടുക്കാൻ KSRTC ബാധ്യസ്ഥരാണ് എന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. നമുക്കത് ആ സൗജന്യം തരാൻ വേണ്ടി അവർ തയ്യാറാവുന്നില്ല. ഇന്നിപ്പോ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ചെയ്ത വാഗ്ദാനം വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്രയോ അല്ലെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞ വയോധികന്മാർക്ക് സൗജന്യ യാത്രയോ അനുവദിച്ചാൽ അത് എല്ലാ വീട്ടുകാർക്കും എല്ലാ ജനങ്ങൾക്കും ഗുണപ്രദമാകുമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. നേരത്തെ നമ്മുടെ ഉദ്ഘാടകൻ സംസാരിച്ചതുപോലെ ഇന്ന് ഇവിടെ സ്ത്രീ സൗജന്യം കൊടുക്കുമ്പോൾ ഒരു മാനദണ്ഡവും ഇല്ലാതെയാണ് ആ സൗജന്യം കിട്ടിയത് എന്ന കാര്യം നമ്മൾ മറക്കരുത്. കാരണം അതിൽ തന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 50 ശമ്പളം വാങ്ങുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ സൗജന്യം കൂടുതൽ പ്രയോജനപ്പെടുന്നത്. സാധാരണക്കാർ സാധാരണ ഒരു മാസത്തിൽ 2-3 തവണയെ മാത്രമേ ബസ്സിൽ യാത്ര ചെയ്യാൻ പതിവുള്ളൂ. അവർക്കാണ് ഈ സൗജന്യം കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഇത്ര പ്രയാസമില്ലായിരുന്നു. ഇത്രയും വരുമാനം ലഭിക്കുന്നവർ ഈ സൗജന്യം കൊണ്ട് പോകുമ്പോൾ അത് ഒരു മാനദണ്ഡം എടുത്തണമെന്നാണ് ഈ അവസരത്തിൽ നമുക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. ഇന്ന് ഈ സമരം ഒരു സൂചന മാത്രമാണ്. ബസ് ഓപ്പറേറ്റർ ഫെഡറേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശരണ മനോജ്, ഇവിടെ സ്വാഗത പ്രസംഗം നടത്തിയ ലക്ഷ്മണൻ, അതുപോലെ വിവിധ കൂടി ഇവിടെ പല ബസ്സുകൾക്ക് ഡീസൽ അടിക്കുവാനോ തൊഴിലാളികൾക്കുള്ള ശമ്പളം കൊടുക്കുവാനോ കഴിയാത്ത ഈ സാഹചര്യത്തിൽ ഈ വ്യവസായം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തപ്പിത്തടഞ്ഞുകൊണ്ട് 20 ദിവസത്തോളം സർക്കാരിന്റെ തീരുമാനം എന്താണ് വരുന്നത് എന്ന് നമ്മൾ കാത്തിരിക്കുകയാണ് ചെയ്തത്. സർക്കാർ പല പദ്ധതികളും മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും തന്നെ നമ്മളിൽ എത്തുവാനോ നമുക്ക് വേണ്ടി സഹകരിക്കുവാനോ ചെയ്യാത്ത ഈ സാഹചര്യത്തിൽ ബസ് ഓണർ അസോസിയേഷനും അതുപോലെ തന്നെ സംസ്ഥാന ട്രേഡ് യൂണിയൻ നേതാക്കളും കൂടി ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ ബസ്സുകൾ നിർത്തിവെച്ചുകൊണ്ട് അതിലെ ജീവനക്കാരും ഉടമകളും ഇന്ന് കളക്ടറേറ്റിന് മുമ്പിൽ മാർച്ചും ധർണയും നടത്തുന്നത്. ഇങ്ങനെ ഒരു പരിപാടി നടത്തി നമുക്ക് വിജയിച്ചില്ല എങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്നുള്ള ഒരു സൂചന കൂടിയാണ് ഈ സമരത്തിനോട് മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് കൂടുതലായി കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. നമ്മൾ ഈ സൂചനാ സമരം വിജയിച്ചില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടിക്ക് എല്ലാവിധ നമ്മുടെ ഇന്നത്തെ ഈ ധർണ ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒരു ജനവിഭാഗമാണ് നമ്മൾ. എല്ലാവർക്കും തൊഴിലും ജീവിക്കാനുള്ള സൗകര്യം ഒക്കെ സൃഷ്ടിക്കേണ്ട സർക്കാർ ഉള്ള വ്യവസായത്തെ തകർക്കുന്ന രീതിയിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സൗജന്യ പരിഗണനയ്ക്ക് നമ്മളെതിരല്ല, സൗജന്യം കൊടുക്കാം, പ്രശ്നമില്ല. അതേപോലെ സമാന്തരമായി സർവീസ് നടത്തിക്കൊണ്ടു പോകുന്ന ഒരു പ്രസ്ഥാനത്തെ തകർത്തുകൊണ്ടാവരുത്. മാനസികമായിട്ട് തന്നെ വളരെയധികം തളർന്നു കിടക്കുന്ന ഒരവസ്ഥയിലാണ്, കാശ് കിട്ടാത്ത ഒരവസ്ഥയാണ് തൊഴിലാളികൾക്കുള്ളത്. അത്തരത്തിൽ തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരുപാട് ആയിരങ്ങൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാനത്ത് കൊണ്ടുപോകേണ്ടത് ഭരിക്കുന്ന സർക്കാരാണ്. ഞങ്ങൾക്കൊന്ന് മാത്രമേ പറയാനുള്ളൂ, ആരെയും കുറ്റപ്പെടുത്താനല്ല, ആരെയും ഒറ്റപ്പെടുത്താനുമല്ല. നമുക്ക് വേണ്ടത് നമ്മുടെ അവകാശങ്ങൾ, നമ്മളെ ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ കാര്യങ്ങൾ, പുതിയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ಸರ್ಕಾರ ಈ ಮೇಖಲೆಯನ್ನು ಸಂರಕ್ಷಿಸണമെന്നാണ്. ಒಮ್ಮೆ ಕೃತಜ್ಞತೆಯನ್ನು ಸಲ್ಲಿಸುತ್ತಾರೆ. ಅದೇ ರೀತಿಯಲ್ಲಿ ಇವತ್ತಿನ ನಮ್ಮ ಸಭೆಯಲ್ಲಿ ಉತ್ತಮ ರೀತಿಯಲ್ಲಿ
ನಮ್ಮ ಶರಣ್ಯ ಮನೋಜರವರು ನಮಗೆ ಸಂದೇಶವನ್ನು ಕೊಟ್ಟಿದ್ದಾರೆ. ಅವರಿಗೂ ನಾನು ಈ ಸಂದರ್ಭದಲ್ಲಿ ಧನ್ಯವಾದ ಅರ್ಪಿಸುತ್ತೇನೆ. ನಮ್ಮ ಇವತ್ತಿನ ಅಧ್ಯಕ್ಷ ಸ್ಥಾನವನ್ನು ವಹಿಸಿದಂತ ನಮ್ಮ ಜಿಲ್ಲಾ ಪ್ರೆಸಿಡೆಂಟ್ ಕೆ ಗಿರೀಶ ಅವರನ್ನು ಕೂಡ ಈ ಸಂದರ್ಭದಲ್ಲಿ ಧನ್ಯವಾದ ಅರ್ಪಿಸುತ್ತೇನೆ. ಮಿತ್ರರಿಗೂ ಕೂಡ ಈ ಸಂದರ್ಭದಲ್ಲಿ ಧನ್ಯವಾದ ಅರ್ಪಿಸುತ್ತೇನೆ. ಅದೇ ರೀತಿಯಲ್ಲಿ ಮೊದಲಾಗಿ ನಮ್ಮ ಸಂಘಟನೆಯಲ್ಲಿ ಭಾಗವಹಿಸಿದಂತಹ ಕಂಡಕ್ಟರ್ ಡ್ರೈವರ್ನವರಿಗೆ ಮೊದಲಾಗಿ ನಾನು ಅನಂತಾನಂತ ಧನ್ಯವಾದವನ್ನು ಈ ಸಂದರ್ಭದಲ್ಲಿ ಸಮರ್ಪಿಸುತ್ತೇನೆ. ಅದೇ ರೀತಿಯಲ್ಲಿ ಪರೋಕ್ಷ ಹಾಗೂ ಪ್ರೀತಿಯಿಂದ ಸಹಕರಿಸಿದ ಎಲ್ಲರಿಗೂ ಮತ್ತೊಮ್ಮೆ ಧನ್ಯವಾದವನ್ನು ಅರ್ಪಿಸುತ್ತೇನೆ. क्या हुआ कैसे हुआ कब हुआ क्यों हुआ क्या हुआ कैसे हुआ कब हुआ क्यों हुआ उधर किधर जाता है? हम इस पे नहीं जाएगा क्या? ये तो बड़ा बाप का है, हम उस पे जाएगा.